ഓം ശാന്തി. നമ്മുടെ അടുത്തേക്ക് ധനം എന്ന പോസിറ്റീവ് എനർജി ഒഴുകി വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഒരുപാട് സങ്കടപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അസുഖം വന്നിട്ട് പ്രോപ്പറായി മെഡിസിൻ വാങ്ങാനുള്ള പൈസ ഇല്ലാതെ വരുമ്പോൾ, എന്തെങ്കിലും ഒരു ബിൽ പേയ്മെൻറ്റിന് വേണ്ടി വന്നിട്ട് ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം വരുന്നു, ആ സന്ദർഭത്തിൽ ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ കൈനീട്ടേണ്ടതായി വരുമ്പോൾ, ആർക്കെങ്കിലും കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അവരിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുമോ എന്ന് ചോദിച്ചാൽ സങ്കടപ്പെട്ടു പോകും. മനുഷ്യന്മാരല്ലേ, സ്വാഭാവികം. പക്ഷെ ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്, അഥവാ ഞാൻ മനുഷ്യനാണ്, സങ്കടപ്പെടും, സ്വാഭാവികല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സങ്കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എങ്കിൽ, നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളെന്തോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ഞാനപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്തരം സങ്കടങ്ങളുടെ ഭാരം കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ഭാരം കൂടി നമ്മളെ താഴ്ത്തിക്കൊണ്ടു പോകാമെന്നല്ലാതെ ഒരിക്കലും ആ ഭാരം നമ്മളെ ഉയരാൻ അനുവദിക്കേയില്ല. ഭാരമുള്ള പക്ഷിക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റില്ല എന്ന് പറയും പോലെ, മനസ്സിൽ ഭാരം നിറഞ്ഞാൽ ഉയർന്നതിലും ഉയർന്നവനായ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവാൻ പോലും നമുക്ക് സാധ്യമല്ല. പരാതി പറയാനുള്ള നേരെ ഉണ്ടായിരിക്കുള്ളൂ. പരാതി പറയുമ്പോൾ മാത്രം നമ്മുടെ ഊർജ്ജം നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈശ്വരൻ നമ്മളെ സഹായിക്കാൻ വിചാരിച്ചാൽ പോലും, തന്നാൽ പോലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കുരുങ്ങിപ്പോവും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, പല വീഡിയോ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്, ധനം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സാഹചര്യങ്ങളുടെ കുരുക്കിൽ നമ്മൾ കുരുങ്ങി നിൽക്കുമ്പോൾ, ഒരു കസേരയിലിരിക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതം നോക്കിയാൽ കസേരയുടെ ഷേപ്പായിട്ട് എൻ്റെ ബോഡി മാറിയിട്ടുണ്ടോ? ബോഡി പോസ്റ്റർ നോക്കിയാൽ. പക്ഷേ ആ കസേരയിൽ ഞാനങ്ങ് ഒട്ടിപ്പോയാൽ പിന്നെ എനിക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് പറ്റാത്തൊരു ഘടകമായിട്ട് മാറും. അതുപോലെ സാഹചര്യം എന്ന ഒരു കസേരയിൽ നമ്മളെങ്ങാനും കുരുങ്ങിപ്പോയാൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കാത്ത അവസ്ഥ വരും. ഈവൻ നമ്മുടെ മുന്നിൽ അതിൽ നിന്ന് മാറ്റി മറയ്ക്കാനുള്ളൊരു സാഹചര്യമുള്ളൊരു വ്യക്തി വന്നാലും അവരുമായിട്ടൊന്ന് സംസാരിക്കണമെന്നോ അവരോടൊന്ന് ചോദിക്കണമെന്നോ അല്ലെങ്കിൽ അവരോടൊന്ന് സൂചിപ്പിക്കെങ്കിലും ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല, മടി തോന്നിപ്പോവും. എന്തിനാ ഞാൻ എല്ലാവരോടും പറയുന്നത്, എന്തിനാ അങ്ങനെ, എന്തിനാ ഇങ്ങനെ, ഒരു 100 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമ്മളെ മൗനമാക്കി കളയും. നമ്മുടെ മുന്നിൽ വരുന്ന ചാൻസുകൾ പോലും നമ്മളെ അനുഗ്രഹിക്കാതെ കടന്നു പോകുന്ന അവസ്ഥ വരും. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ഭാരമാണ്, സങ്കടക്കടലിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പതിയെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ സങ്കടത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക. ഒരു കാര്യം പലപ്പോഴും സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ല കട്ടിക്കാർമേഘം വരുമ്പോൾ, നമ്മുടെ മഴക്കാലല്ലേ, കട്ടിക്കാർമേഘം വരുന്നു, മോട്ടർ അടിച്ച് വെള്ളം വീഴുന്ന പോലെ വെള്ളം വീഴുന്നു. ഏതാനും നിമിഷം കഴിയുമ്പോൾ ആ വഴിയിലുണ്ടായ അഴുക്കുകളെയൊക്കെ കഴുകി ഒലിപ്പിച്ച് എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കൊണ്ടത് ശുദ്ധീകരിക്കുന്നു. സാഹചര്യങ്ങളിലെ മഴ പെയ്യുമ്പോൾ സാരല്ല, ഈ മഴയും ഈ മേഘവും പോകും, ഈ മഴയും ശുദ്ധീകരിക്കും, എനിക്കൊരു നല്ല ഭാവി വരും എന്ന് മാത്രം സ്വയം അവനവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഏതാനും സെക്കൻഡ്സ്, ഒരാൾ ചീത്ത പറയുമ്പോൾ കേട്ടാൽ നിങ്ങൾക്ക് വിഷമം വന്നാൽ ഓക്കെ, ബട്ട് സം സെക്കൻഡ്സ്, ഞാൻ സം മിനിറ്റ്സ് എന്ന് പോലും പറയുന്നില്ല, കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു നെഗറ്റീവിൻ്റെ കവചത്തെ പൊട്ടിച്ച് പുറത്ത് കിടക്ക്. എന്നിട്ട് സന്തോഷിക്കുക, ഭഗവാനെ എന്നാലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള സങ്കല്പം നീ തന്നല്ലോ, എനിക്ക് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ശരീരം നീ തന്നല്ലോ, ആരോഗ്യം നീ തന്നല്ലോ, ഇനി എനിക്ക് ചാൻസും നീ തരുമല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളെ തന്നെ സമാധാനിപ്പിച്ച് സ്വയം സന്തോഷിക്കാനൊരു വിധം കാണുക. അഥവാ നിങ്ങളെക്കൊണ്ട് ഇതൊന്നും സാധിക്കാത്ത വിധം സങ്കടത്തിൽ കുടുങ്ങിപ്പോയോ, ഇത്തരത്തിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നതായിരിക്കുന്ന നല്ല വാക്കുകൾ നിങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന നല്ല വാക്കുകളെ ഓർമ്മിക്കൂ. എന്നിട്ടും പറ്റുന്നില്ലേ, അത്തരത്തിലൊരു വീഡിയോ എടുത്ത് കണ്ടോ. എത്രയോ വീഡിയോസ് ഈ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ആളുകളുടെ പല ക്ലാസ്സുകൾ സിസ്റ്ററും കേൾക്കാറുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, അങ്ങനത്തെ ഒരു ക്ലാസ് എടുത്ത് കേൾക്ക്. മനസ്സിലെ ചിന്തകളെ ആ നിമിഷം വാഷ് ഔട്ട് ചെയ്യൂ. നമ്മുടെ ഫീലിങ്സിനെ പവർഫുൾ ആക്കണം. ഇത്
സങ്കടം എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആയിരിക്കുന്ന തോട്ടാണ്, എനർജിയാണ്. സന്തോഷം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി എനർജിയാണ്. ലോ ഫ്രീക്വൻസി എനർജി നമ്മളെ താഴ്ത്തുകയുള്ളൂ, ഹൈ ഫ്രീക്വൻസി എനർജി നമ്മളെ മേലേക്ക് പോകാനായിട്ട് സഹായിക്കുകയുള്ളൂ. ആ നിമിഷം ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് മാറണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് നല്ല തോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് ആദ്യം ധനം നമ്മുടെ അടുത്തേക്ക് വരുന്ന ബ്ലോക്ക് ഇല്ലാണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ അത്തരത്തിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും വേറെ സഹായം നമുക്കറിയാലോ. മഞ്ഞളിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനു കൂടി സഹായമാകുന്ന ഘടകമാണ് ആഹാരത്തിലെ മഞ്ഞൾ. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ആഹാരത്തിൽ ഉപയോഗിക്കുന്ന പല മസാലകളുണ്ട്. അതെല്ലാം നമ്മളെ എനർജറ്റിക് ആക്കാൻ, ഊർജം തരാൻ വേണ്ടിക്കൊണ്ട്, ശരീരത്തിലെ കീടാണു ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട്, ഡൈജഷൻ സിസ്റ്റം നന്നാക്കാൻ വേണ്ടിക്കൊണ്ടൊക്കെ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതും പലതരത്തിലും നമ്മളെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആദ്യം നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഡെയിലി ബേസിസിൽ കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കാമെങ്കിൽ, എല്ലാ ദിവസവും ഭഗവാനുമായി കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മളെ കറണ്ടുള്ള ഒരു പേഴ്സൺ ആക്കാമെങ്കിൽ ഒരു സംശയവും വേണ്ട, സാഹചര്യത്തിനെ അതിജീവിക്കാനും അതിൽ നിന്ന് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. ഒപ്പം അതിനെ സഹായിക്കുന്ന ഒരു ചെറിയ രീതി കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. വൈകുന്നേരം സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചോന്ന്, ഇതെന്തായാലും 2025 ചൊവ്വയുടെ വർഷമാണെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് വിളക്കിൻ്റെ ഉള്ളിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളെ സഹായിക്കുമെങ്കിൽ നെയ്യ് വിളക്ക്, ഇതില്ലാന്നുണ്ടെങ്കിൽ നല്ല എണ്ണയിലെ വിളക്ക്, നെയ്യ് വിളക്കാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ എണ്ണ വിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരിത്തിരി കറുവപ്പട്ടയുടെ പൊടി, അത് ധനത്തെ ആകർഷിക്കാനുള്ളതായിട്ട് ഒരുപാട് പ്രോപ്പർട്ടിയുള്ള സാധനമാണ് കറുവപ്പട്ട. അതുപോലെ തന്നെ 2 ഗ്രാമ്പു, ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തുമ്പോൾ വിളക്ക് കൊളുത്ത്, പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വീട്ടിൽ പുകയ്ക്കുന്ന സമയത്ത് അതിനുള്ളിൽ കുറച്ച് മഞ്ഞക്കടുക്, നമ്മുടെ നാട്ടിൽ പലതിനും വെള്ളക്കടുക് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇനി എവിടെ നിന്നാണ് കിട്ടുക എന്ന് സംശയിക്കേണ്ട. ഈ പച്ചമരുന്നൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന കടയിൽ, ആയുർവേദ മരുന്ന് കട, അവിടെ നിങ്ങൾക്ക് ചോദിച്ചാൽ ഇത് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ ഈ പറയുന്നതെല്ലാം. അതുപോലെ തന്നെ ബേലീഫ്, സർവ്വസുഗന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു ഇലയുണ്ട്. അത് കുറച്ച് മഞ്ഞക്കടുക്, ഗ്രാമ്പു ഇതൊക്കെ കൂടിയിട്ട് കർപ്പൂരം ഒരു കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇട്ട് കത്തിച്ച് ആ പുക നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും കാണിക്കുന്നത്, ഇത് നമ്മുടെ മണി ബ്ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഇതൊന്നും ഒരു പ്രാവശ്യം കാണിച്ചതുകൊണ്ട് തീരുന്ന കാര്യമല്ല. എത്ര ദിവസം ഇങ്ങനെ പുകയ്ക്കണം എന്ന് വിളക്ക് കൊടുത്തെന്ന് ചോദിക്കരുത്. വിളക്ക് നമ്മളെന്നും കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് ദിവസവും അതിനുള്ളിൽ ഇടാൻ വേണ്ടിക്കൊണ്ട് ആകെ 1 മിനിറ്റ് സമയം, 1 സെക്കൻഡ് ശ്രദ്ധ, ഇത്രയും മതിയാവും. ദിവസവും വീട്ടിൽ സന്ധ്യയ്ക്ക് പുകയ്ക്കുന്നത് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാനും രോഗാണുക്കളെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഘടക. ഞാൻ ഓർത്തു പോകും, കൊറോണ സമയത്ത് പുകയ്ക്കാൻ വേണ്ടിക്കൊണ്ടൊരു സാധനം ഗവൺമെൻറ് തന്നെ ഇറക്കിയിരുന്നു. എല്ലാവരുടെ അടുത്തും പുകയ്ക്കാനും പുകയെടുക്കുക ചെയ്യാൻ പറയും. നല്ലതല്ലേ? നമ്മുടെ വീട് എന്നും അണുവിമുക്തമാക്കാൻ വേണ്ടിക്കൊണ്ട് സന്ധ്യയ്ക്ക് പുകയ്ക്കുമ്പോൾ അതിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പുകയ്ക്കുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ബ്ലോക്ക് ഉണ്ടോ അതൊക്കെ റിമൂവ് ആവും. ഇനി ബ്ലോക്കുകളൊന്നും വരാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ബ്ലോക്കും ഇല്ലാതാക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരു സ്ഥിതി നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു സ്ഥിതി വരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.